ബംഗ്ലാദേശിൻ്റെ കയ്യിൽ ഒരു 70,000 പട്ടാളക്കാരുണ്ട്. അതിലൊരു 30,000 പേര് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസൊക്കെ നോക്കുന്നവരാണ്, മെഡിക്കൽ അത് ഇതൊക്കെ ഉള്ള ടീം. 40,000 ആക്റ്റീവ് ഫൈറ്റേഴ്സ്. അവർ തമ്മിൽ അസാമാന്യമായ കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ട്. ഒരച്ചടക്കവും ഇല്ലാത്ത പട്ടാളമാണ് അവരുടെ. പേരിന് ചില ആയുധങ്ങളുമുണ്ട്. അതുകൊണ്ട് എൻ്റെ സജഷൻ, നമ്മളുടെ ആ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന കോറിഡോർ, അവിടുന്ന് താഴോട്ടെന്ന് വെച്ചാൽ തെക്കോട്ട് ഒരു 60-70 കിലോമീറ്റർ ദൂരം കയറി ചെല്ലുക, അത് ലിബറേറ്റ് ചെയ്യുക. അവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുടിയിരുത്തുക. അപ്പോഴും നമുക്കൊരു ചെറിയ കഷ്ണം ബംഗ്ലാദേശ് ബാക്കി കിടക്കും. അതിൻ്റെ ഒരു പ്രശ്നം, ഒരു ഗസ നമ്മൾ സൃഷ്ടിക്കും അവിടെ. മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ഗസ, നിരന്തരം അവിടെ ബഹളം. അവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് റോക്കറ്റ് അയക്കുക, ഈ വക പരിപാടികളെല്ലാം. കാരണം നമ്മളിത് ഈ ഓപ്പറേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് ഫോഴ്സസ് വെറുതെ ഇരിക്കില്ല. യൂറോപ്പ് ഒരു പക്ഷേ മിണ്ടിയില്ല എന്ന് വരും, അമേരിക്ക ചിലപ്പോൾ ഇടപെട്ടില്ല എന്ന് വരും. കാരണം ജാനുവരി 20 ട്രംപ് ഏറ്റെടുക്കും. ട്രംപ് നേരത്തെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി അത് തിരഞ്ഞെടുപ്പായതുകൊണ്ട് പറഞ്ഞാണോ, പിന്നെ ആ വാക്ക് പാലിക്കുമോ എന്നറിയില്ല. ഏതായാലും അവരിടപെട്ടില്ല എന്ന് തന്നെ വെച്ചോ. ബട്ട് ഇസ്ലാമിക് ഫോഴ്സസ് ഇവർ ത്രൂ ഔട്ടുണ്ടല്ലോ, ബോക്കോ ഹറാം, IS, മറ്റേ ലഷ്കർ ഇ തൈബ, അൽ ഖൈദ, ഹിസ്ബുള്ള, ഹൂത്തി, ഈ വക ഗ്രൂപ്പുകൾ അവിടെ കയറിയിട്ട് വേണ്ടാത്ത പ്രശ്നങ്ങളുണ്ടാക്കും. അതല്ല, അവിടെ ആരും കയറാതിരിക്കണമെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ നമ്മൾ വലിയ പ്രതിരോധം സംഘടിപ്പിക്കേണ്ടി വരും. വലിയൊരു പ്രോജക്റ്റാണ്. അന്ന് 71 നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. കാരണം കോൾഡ് വാറിൻ്റെ സമയം, ഒരു വശത്ത് സോവിയറ്റ് യൂണിയൻ, മറുവശത്ത് അമേരിക്ക. അതുകൊണ്ട് ഒരു ബാലൻസ് ഓഫ് പവർ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ അത് പോയിട്ട് സിംഗിൾ പോയിൻ്റ് അമേരിക്ക എന്നുള്ള സൂപ്പർ പവറായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവരെങ്ങോട്ട് ചായുന്നു എന്നനുസരിച്ച് ലോകത്തിന് കുറച്ച് ചാഞ്ഞേ പറ്റുള്ളൂ. നമ്മളുടെ ബ്രിക്സ് വരുന്നത് ഇപ്പോൾ G7 പകരമാണെന്നൊക്കെ പറയുമെങ്കിലും വാസ്തവത്തിൽ അത് യുണൈറ്റഡ് നേഷൻസിന് പകരമായിട്ടാണ് യഥാർത്ഥത്തിൽ വരുന്നത് ബ്രിക്സ്. അതുകൊണ്ട് അവരുടെ മെമ്പർഷിപ്പ് കൂടി വരുന്നില്ലേ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇതാണ് ഒറിജിനൽ ബ്രിക്സ്. ഇപ്പോൾ അതിൽ ഇറാനുണ്ട്, സൗദി അറേബ്യയുണ്ട്, UAE ഉണ്ട്, പലരുണ്ട്. 31-35 മറ്റോ ആയി മെമ്പർഷിപ്പ്. സ്ലോലി അത് യുണൈറ്റഡ് നേഷൻസായിട്ട് മാറും. അപ്പോൾ അതിൽ ചൈന, ഇന്ത്യ, റഷ്യയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പോയിൻ്റ് ഹെജിമണി അമേരിക്കയുടെ, അത് ഞങ്ങൾ അംഗീകരിക്കില്ല. നമുക്ക് പല പവർ പോയിൻ്റുകൾ വേണം. അവർ വഴക്കില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു ലോകക്രമമാണ് ഞങ്ങൾ എൻവിസേജ് ചെയ്യുന്നത്. അമേരിക്ക അതിന് തയ്യാറല്ല. അതുകൊണ്ടാണ് ട്രംപ് പോലും കണ്ടില്ലേ, ബ്രിക്സ് കറൻസി ഇറക്കി കഴിഞ്ഞാൽ കാണിച്ചു തരും ഞാൻ എന്നൊക്കെ പറഞ്ഞ്. ബ്രിക്സിന് കറൻസി ഇറക്കാൻ ഉദ്ദേശമൊന്നുമില്ല. ബട്ട് ഇപ്പോൾ ബ്രിക്സ് നടത്തുന്നില്ല റുപ്പി റൂബിൾ ട്രേഡ്, റുപ്പി യുവാൻ ട്രേഡ്, ഇങ്ങനെ ലോക്കൽ കറൻസിയിൽ ഉള്ള ട്രേഡ്. ആ ട്രേഡ് വർദ്ധിപ്പിച്ചുകൊണ്ട് വരും. അങ്ങനെ വരുമ്പോൾ ഡോളറിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കുറയും. ഈ ഡോളർ മാത്രമേ പാടുള്ളൂ ലോകത്തിൽ എന്ന് പറഞ്ഞ് എൻഫോഴ്സ് ചെയ്യാൻ ട്രംപിനും സാധ്യമല്ല. അപ്പോൾ ഇതൊരു ബാലൻസിൽ പോകാം. ബാക്കിയുള്ളവർ പറയും ബാലൻസിൽ തന്നെ പോവാം. ചേട്ടൻ അപ്പർ ഹാൻഡായിട്ട് എപ്പോഴും നിൽക്കുന്നത് ശരിയാവില്ല. അപ്പോൾ അന്ന് നമുക്ക് സോവിയറ്റ് യൂണിയൻ ഇപ്പുറത്ത്, അമേരിക്ക ഇപ്പുറത്ത് എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇന്നതില്ല. പിന്നെ അവിടെ മുക്തിവാഹിനി അവിടുന്ന് തന്നെ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അതിപ്പോൾ ഇവരും ഈ പറഞ്ഞ 1.5 കോടിയിലധികം ഹിന്ദുക്കളുണ്ട്. അവർ ഈ മുക്തിവാഹിനിയുടെ റോള് അവരെ ഏറ്റെടുത്തോളും, അതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇൻ്റർനാഷണലി നോക്കിയാലുണ്ടല്ലോ, അമേരിക്ക എങ്ങോട്ട് ചായുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും ഈ ഓപ്പറേഷൻ്റെ സക്സസ്സും ഫെയില്യൂറും. ബട്ട് ഓപ്പറേഷൻ സക്സസ് ആയാൽ തന്നെ ഈ നിരന്തര തലവേദന എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രശ്നമാണ്. പക്ഷേ ഇപ്പം തന്നെ നിരന്തര തലവേദനയില്ലേ?
പാകിസ്ഥാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ ആരാ ഭരിക്കുന്നത്? ഇമ്രാൻഖാനാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടിയിരുന്നത്. കൃത്രിമമായിട്ട് വോട്ട് വെട്ടി തട്ടിയും പിടിച്ചുമൊക്കെ പട്ടാളക്കാർ ഷെഹ്ബാസ് ഷെരീഫ് അയാൾ പ്രധാനമന്ത്രിയായി, ഇമ്രാൻഖാൻ ജയിലിലായി. ഈ ഷെരീഫാണെങ്കിലും മറ്റേ നവാസ് ഷെരീഫിൻ്റെ മകനാണ്. അയാൾ നേരെ വിവർത്താനം പോലും പറയില്ല, എന്തോ പ്രസ്ഥാനമൊക്കെ ഇറക്കും. ഇപ്പോൾ PTI, പാകിസ്ഥാൻ്റെ തെഹ്രീക്കെ ഇൻസാഫ്, ഇമ്രാൻഖാൻ്റെ പാർട്ടി, അവർ മാർച്ച് ചെയ്ത് ഇസ്ലാമാബാദിലെത്തി. അയാളുടെ ഭാര്യ ബുഷ്ര ബീവി, അവരെന്തോ മന്ത്രവാദമോ കൈവിഷമൊക്കെ കൊടുക്കുന്ന ടീമാണ്. അവർ കൈവിഷം കൊടുത്തിട്ടാണ് ഈ ഇമ്രാൻഖാനെ കല്യാണം കഴിച്ചത്. അവർ പറഞ്ഞു, എന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ താൻ പ്രധാനമന്ത്രിയാകുന്നു. ആവുകയും ചെയ്തു കേട്ടോ. ഇമ്രാൻഖാനും ഇത്തരം കലാപരിപാടികളിൽ വിശ്വാസമുള്ള ആളാണ്. എന്തുമായിക്കോട്ടെ, അവിടെ ഇപ്പോൾ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആരുമില്ല. ISI ആണോ? ആണെന്നോ അല്ലെന്നും പറയാം. പട്ടാളമാണോ? ആണെന്നോ അല്ലെന്നും പറയാം. ഈ അവസ്ഥയിലാണ് പാകിസ്ഥാൻ കിടക്കുന്നത്. ഇപ്പം ബംഗ്ലാദേശും അങ്ങനെ കിടന്നോട്ടെ എന്ന്. പിന്നെ ഈ പറഞ്ഞ ശല്യമല്ലേ ജിഹാദികളുടെ, അവിടെ ജമായത്ത് എന്നാണ് പറയുന്നത്. നമ്മളുടെ ഇവിടുത്തെ തന്നെ ടീമാണ് അവിടെ. ഇപ്പം ഇവരെ നമ്മൾ ശക്തമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടങ്ങിക്കിടന്നോളും. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നില്ല ബംഗ്ലാദേശിന് അങ്ങനെ ഒരു സപ്പോർട്ട് മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കയ്യിൽ കാശ് തീരാറായി ബംഗ്ലാദേശിൻ്റെ. നാളെ പട്ടിണിയാകും. എന്ത് ചെയ്യാൻ പോകുന്നു ഇവർ? ആരെ ഇവർക്ക് ശാപ്പാട് കൊടുക്കാൻ? ചൈന കൊടുക്കുമോ? ചൈന ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ വളരെ ക്ലവറായിട്ടാണ് പെരുമാറുന്നത്. അവർക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവർ ഇടപെടുകയില്ല. ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. ഇടപെടണമെങ്കിൽ പുറകെ കൂടെ എന്തെങ്കിലും ഇടപെടും എന്നുള്ളതല്ലാതെ അവരുടെ ഒരു പട്ടാളക്കാരനെയോ അവരുടെ നേരിട്ടൊരു ആയുധമോ അവരാർക്കും കൊടുക്കില്ല. പാകിസ്ഥാൻ എന്തൊക്കെയോ പാട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ പാകിസ്ഥാൻ അത് ഉപയോഗിക്കാനും അറിഞ്ഞുകൂടാ, ഉപയോഗിക്കാറുമില്ല. ഇപ്പം നമ്മുടെ നേർക്ക് നോക്കിയാൽ തന്നെ നമ്മൾ എന്താണോ നോക്കുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് മെക്കിട്ട് കയറി തല്ലും. ആ പവറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ആയുധം കൊടുത്തിട്ട് കാര്യവുമില്ല. അപ്പം അതുകൊണ്ട് ചൈന ബംഗ്ലാദേശിൽ ഇടപെടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ചൈന ഇടപെട്ടാൽ ആ നിമിഷം അമേരിക്ക ഇടപെടും. പിന്നെ ഇപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുക ഇഷ്യൂ. ബട്ട് നമ്മളെ സമയത്തോളം ഈ ഹിന്ദുക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സിവിലൈസേഷണൽ ചുമതലയാണ്. ആ ചുമതല ബോൾഡായിട്ട് നമ്മൾ നിർവഹിക്കുക. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ജാനുവരി 20 അവിടെ ആ കാർന്നൂർ വരാനായിട്ട് ഇവിടെ ഈ കാർന്നൂർ വെയിറ്റ് ചെയ്യുന്നു ആണ് എൻ്റെ ഒരു റീഡിങ്. അതല്ലാതെ ഇന്ത്യ ചുമ്മാ നോക്കുകുത്തിയായിട്ട് നിൽക്കാൻ പോകുന്നില്ല. അങ്ങനെ നിൽക്കാനും സാധ്യമല്ല. നമ്മുടെ തൊട്ട അയൽവക്കത്ത് ഇങ്ങനെ ഈ കൊലപാതകം നടക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനും സാധ്യമല്ല.